നല്ല അടിപൊളി ചൂടല്ല. സർക്കാർ മാറണോ വേണ്ടയോ? വേണ്ട, ഒരു കാരണവശാലും മാറണ്ട. എന്തുകൊണ്ട്? നല്ല രീതിയിലല്ലേ 10 വർഷമായില്ലേ, ഒരു അവസരം മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണ്ടേ? എന്തിനവസരം കൊടുക്കുന്നു? ഉള്ള സർക്കാർ തന്നെ അടിപൊളിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്താ ചേട്ടാ അഭിപ്രായം? ജനാഭിപ്രായം എന്ന് പറഞ്ഞാൽ പൊതുവേ തന്നെ ഇതിവിടെ സാധാരണക്കാർ മാത്രമുള്ളതാണ്. ഈ സർക്കാർ നിലനിൽക്കണം. ക്ഷേമ പെൻഷൻ 10 വർഷമായില്ലേ, ഒന്നും മാറണ്ടേ? ഒന്നും മാറിയിട്ട് എന്ത് ചെയ്യാനാണ്? ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യാനുള്ളതാണ് സർക്കാർ. തീർച്ചയായിട്ടും ഈ സർക്കാർ തുടരണം. അങ്ങനെയാണ് അഭിപ്രായം. മാറണം. UDF സർക്കാർ വരണം. എന്തുകൊണ്ട് UDF സർക്കാർ വരണം? നിരവധി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഒരുപാട് പദ്ധതികൾ, സൗജന്യ യാത്ര. KSRTC സൗജന്യ യാത്ര പോകുമ്പോൾ ഭർത്താവിന് കാശ് കൂടുവോ? ഇല്ല, അങ്ങനെ അതില്ല. കർണാടകയിൽ അങ്ങനെ ആയി? ഇല്ല, അങ്ങനെ അതില്ല. കർണാടകയിലും മറ്റുള്ള സംസ്ഥാനങ്ങളും വളരെ വിജയകരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കേരളത്തിലും വരണം. സ്ത്രീകൾക്ക് UDF വന്നാൽ ആര് മുഖ്യമന്ത്രിയാവണം? UDF വന്നു കഴിഞ്ഞാൽ അത് ജയിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുന്നത്. എന്നാലും നിങ്ങളുടെ നാട്ടുകാരനായ ഹരിപ്പാട്ടിൽ നിന്നുള്ള നമ്മുടെ രമേശ് ചെന്നിത്തല പേര് പറയൂലേ? അടി നടക്കേണ്ടതുണ്ട്. പാർട്ടി തീരുമാനിക്കും. എന്താ നമസ്കാരം, സുഖല്ലേ? ഇപ്പോഴത്തെ കാര്യം പറയുന്നത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അച്ഛനെ മോൻ വളർത്തിക്കൊണ്ട് വന്നാലും മോൻ തല്ലിക്കൊല്ലുന്ന കാലഘട്ടമാണ്, അമ്മയെ കൊല്ലുന്ന കാലഘട്ടമാണ്, വിലയില്ലാത്ത കാലമാണ്. അതുപോലെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന ഞങ്ങളെ എതിർസ്ഥാനാർത്ഥി അറിയാമല്ലോ, അയാൾക്ക് ഞങ്ങൾ നല്ല പരിപാടി കൊടുക്കും. അതായത് സുധാകരനെയാണോ ഉദ്ദേശിച്ചത്? അതെ, സുധാകരനെ തന്നെ. അമ്പലപ്പുഴയായിരുന്നു അല്ലേ ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നത് ഇന്ന് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അതിനെതിരായിട്ടാണ്, അതിനെതിരെ ഒരു വികാരം പൊതുവെ രൂപപ്പെടുമെന്നാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ